പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നാണ് പ്രധാനമായും ആയുധങ്ങൾ പിടിക്കുന്നത്. ഈ ആയുധങ്ങൾ എവിടെ നിന്ന് വരുന്നു? അത് മാരകായുധങ്ങൾ വരെ ഉണ്ട്. ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടത് എന്ന് പ്രചരിപ്പിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് ഒരു സമഗ്ര അന്വേഷണം നടക്കേണ്ടതുണ്ട്. CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു പ്രസ്താവന നടത്തുന്നു. മുസ്ലിം മതകേന്ദ്രങ്ങളിൽ നിന്ന്, പള്ളികളിൽ നിന്ന് NDF-കാരെ പുറത്താക്കണം, ഒറ്റപ്പെടുത്തണമെന്ന്. അത്തരമൊരു പ്രസ്താവന നടത്തിയതിൻ്റെ 2-ാം ദിവസമാണ് എടക്കാട് എന്ന് പറയുന്ന CPM-ന്റെ കോട്ടയിൽ വെച്ച് ഒരു പള്ളിയുടെ അടുത്ത് വെച്ചിട്ട് ചില ആയുധങ്ങൾ കിട്ടുന്നത്. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരുത്തൻ, ഒരു പാർട്ടി പ്രവർത്തകൻ അവരുടെ ലഘുലേഖയിലോ അവരുടെ പോസ്റ്ററിലോ ബോംബ് പൊതിഞ്ഞു കൊണ്ടുവെക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ നമ്മളെ കേരളത്തിലെ ജനത? 2, ഈ പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ള ആയുധങ്ങൾ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ജില്ലയാണ്. ചിലപ്പോൾ നമുക്ക് വേറൊരു സംസ്ഥാനമാണ് എന്നുമൊക്കെ പറഞ്ഞു പോകേണ്ടി വരുന്ന രീതിയിലുള്ള ആയുധ ശേഖരങ്ങളാണ് കണ്ണൂരിലുള്ളത്. ഒരു പരിധിവരെ ചിലപ്പോൾ ഇന്ത്യൻ സൈന്യത്തിനുള്ളതിനേക്കാൾ കൂടുതൽ ആയുധം RSS-നും CPM-നും കണ്ണൂർ ജില്ലയിലുണ്ട്. ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു പ്രചരണം ഇങ്ങേ ഭാഗത്ത് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിനുശേഷം ഇത്തരം രീതിയിൽ പള്ളിയോട് കേന്ദ്രീകരിച്ച് ആയുധങ്ങൾ കണ്ടെത്തുന്നു. ഇതിനെ മറയാക്കിക്കൊണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിനെ അകറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണെന്ന് ഈ സുഹൃത്ത് തൃക്കരിപ്പൂർക്കാരനാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് മിനിഞ്ഞാന്നൊരു വാർത്ത വരികയാണ്. കേരളത്തിലെ മാധ്യമങ്ങളോ മുഖ്യധാര പ്രസ്ഥാനങ്ങളോ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഒരു വിപ്പിംഗ് ബോയ് ആയിട്ട് നിർത്തിയിട്ട് ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. തൃക്കരിപ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള വാർത്ത മുസ്ലിം സമുദായത്തിൽപ്പെട്ട തീർച്ചയായിട്ടും അവിടെ തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു വിജനമായ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ബോംബ് കിട്ടുകയാണ്. നല്ല മഴയുള്ള സമയത്ത് നനയാത്ത കടലാസിൽ പൊതിഞ്ഞ ബോംബാണ്. അവസാനം ജനങ്ങൾ ഇടപെട്ടു, ജനങ്ങളെ സംഘടിച്ചു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ ഉടനെ തന്നെ ബോംബ് കണ്ടെടുക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ വീട്ടിൽ പോയിട്ട് പിടിച്ചുകൊണ്ടുപോകുന്നു. ഒരു ശ്മശാനത്തിൽ വെച്ചിട്ടാണ് ബോംബ് കണ്ടെടുക്കുന്നത്. നനയാത്ത ബോംബ്. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. CPM കളിച്ചിട്ടുള്ള കളിയാണ് എന്നുള്ള പരസ്യമായിട്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് ആ പേരിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തന സമ്മർദ്ദം ജനങ്ങൾ പ്രഷർ ചെലുത്തി പോലീസിന് വിട്ടയക്കണമെന്ന് പറഞ്ഞു. അത് ശരിയാണ്. CPM പ്രവർത്തകർ ആണ് എന്ന ആരോപണം സ്വാഭാവികമായി നാഷണൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് ഉന്നയിക്കാവുന്നതാണ്. എന്നിരുന്നാലും ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വരുന്നത്, ഈ പോപ്പുലർ ഫ്രണ്ടിന് ഓഫീസുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ലഘുലേഖകൾ പിടിക്കുന്നു. അതേ ലഘുലേഖകൾ തന്നെയാണ് പല സ്ഥലത്തു നിന്നും ഇത്തരം ആയുധ കേന്ദ്രങ്ങളിൽ നിന്നും കണ്ടെത്തുന്നത്. അതോടൊപ്പം തന്നെ ഓഫീസുകളിൽ റെയ്ഡ് ചെയ്യാൻ പോലീസ് എത്തുന്നതിന് മുമ്പ് ലഘുലേഖകൾ കത്തിച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് വരുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പേടിക്കുന്നത്? പോലീസ് വരുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. 1993 മുതൽ പോലീസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. എന്തുകൊണ്ടാണ് ഈ ലഘുലേഖകൾ കത്തിക്കുന്നത്? ലഘുലേഖകൾ കത്തിച്ചതായിട്ടുള്ള ഒരു തിരുവനന്തപുരത്ത് അവിടെ സ്ഥിരമായിട്ട് വേസ്റ്റ് കത്തിക്കുന്ന ഒരു സ്ഥലത്ത് കുറെ കടലാസുകൾ കത്തിച്ചു എന്നുള്ളതല്ലാതെ അത് സാധാരണ വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലമാണ്. അത് കമ്മീഷണർ വന്ന്, തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ വന്ന് നേരിട്ട് ബോധ്യപ്പെട്ട സംഗതിയാണ്. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന് ഈ വിഷയത്തിൽ എന്ത് പറയാനുണ്ടോ കേൾക്കാനുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ ചോദിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസിൽ നിന്നിട്ട് കിട്ടിയിട്ടുള്ള ലഘുലേഖ എന്താണെന്നറിയോ? കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിൽ പരസ്യമായി അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുള്ള ലഘുലേഖകളാണ്. ഈ ലഘുലേഖകളിൽ ഓരോ ഇഷ്യൂസിലും അബ്ദുൽ നാസർ മഅദനിയെ വേട്ട നടത്തിയപ്പോൾ അത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇറക്കിയിട്ടുള്ള ലഘുലേഖ ഉണ്ട്. ബാബരി ധ്വംസനത്തിനെ കുറിച്ച് ഞങ്ങൾ ഇറക്കിയിട്ടുള്ള ലഘുലേഖ ഉണ്ട്. ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സംവരണ വിഷയത്തില് നരേന്ദ്രൻ കമ്മീഷന്റെ വിഷയം, മുസ്ലിം സംവരണത്തിന്റെ ദേശീയ പ്രക്ഷോഭം, ഇത്തരം സംഗതികളല്ലാതെ ദേശവിരുദ്ധമായ ഒരു പദപ്രയോഗം പോലും, ഞാനതിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു പദപ്രയോഗം പോലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു ലഘുലേഖയിൽ നിന്ന് കിട്ടില്ല. കാരണം രാജ്യവിരുദ്ധമായ ഒരു നടപടികളും
ഇക്കാലം വരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല, തെളിയിക്കാനും സാധിക്കില്ല. കേരളത്തിൽ ഒരു മുസ്ലിം ജനവിഭാഗം വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഒരു പരിധിവരെയെങ്കിലും നമുക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിയും. ഇവിടെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് പോലൊരു സംഘടനയുടെ പ്രവർത്തനം പലപ്പോഴും ഒരു ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം ഒരു ആയുധ പരിശീലനം നടക്കുന്നു, ആയുധങ്ങൾ കണ്ടെത്തുന്നു എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ഒരു ഭാഗത്ത് മുസ്ലിം പ്രവർത്തകരുടെ മുസ്ലിം സമുദായത്തിന്റെ ഒരു വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും മറുഭാഗത്തും ഒരു വലതുപക്ഷ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഒരു RSSന്റെ ഒരു പ്രവർത്തനവും ശക്തിപ്പെടും. ഇത് ഒരു കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിലേക്കും പിന്നീട് സംഘടനയിലേക്ക് നയിക്കില്ലേ? 1925 രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടാക്കുന്ന സമയത്ത് 993 കേരളത്തിലൊരു NDF ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടല്ല RSS ഉണ്ടാകുന്നത്. RSS എന്ന് പറഞ്ഞാൽ ഒരു രാജ്യവിരുദ്ധ സംഘടനയാണ്. രാഷ്ട്രവിരുദ്ധ, മുസ്ലിം വിരുദ്ധ, ക്രൈസ്തവ വിരുദ്ധ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനമാണ്. അത് എല്ലാവരെയും അവർ ശത്രുക്കളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ RSSന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന ഒന്നാണ് ഇത് എന്നുള്ള രീതിയിലുള്ള പ്രചരണം ചില ഇടതുപക്ഷ സുഹൃത്തുക്കളിൽ നിന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതൊരു ഒരു ബാലൻസിങ്ങിന് വേണ്ടി ഉള്ള ഒരു പ്രചരണം എന്നുള്ളതിനപ്പുറത്ത് യാഥാർത്ഥ്യബോധമുള്ള ഒരു പ്രചരണമല്ല. ഇപ്പം നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഒരു ദൗർഭാഗ്യകരമായ ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നു. ഇതിൻ്റെ പേരിൽ നമ്മുടെ ചാനലുകളിലും നമ്മുടെ മാധ്യമങ്ങളിലും എത്ര ദിവസമായി ഭീകരമായ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഭീകരമായത് എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായ തോതിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ അതേ സമയത്ത് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചർച്ചയെ ഇന്ന് നമ്മളെ കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഏതാണ് വിഷയം? 1992 ശേഷം ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരുപാട് സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്ഫോടനങ്ങളിൽ ഓരോന്നിന്റെയും അന്വേഷണത്തിന്റെ ആഴത്തിലേക്ക് പോയപ്പോൾ RSSനുള്ള പങ്ക് ഓരോന്ന് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുസ്ലിങ്ങളെ ഞാൻ പറഞ്ഞോട്ടെ, ഇതില് ഓരോ സ്ഫോടനത്തിലും മുസ്ലിങ്ങളെയായിരുന്നു പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്നത്. ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ മുദ്രയാക്കിയിട്ടായിരുന്നു ഇത് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ നടന്ന 6-7 സ്ഫോടനങ്ങളില് RSSന്റെ നേരിട്ടുള്ള പങ്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അന്വേഷണം ത്വരിതഗതിയിൽ ഇന്ത്യ രാജ്യത്ത് നടക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ ശത്രുവിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നതിന് പകരം നിഴലിനോട് യുദ്ധം ചെയ്യുകയാണ്.